ഇങ്ങനെ കാണിക്കുന്ന മോശമല്ലേ? ഇത് ഒളിഞ്ഞിരുന്ന ആൾക്കാരെ പിടിക്കുന്ന പരിപാടിയല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത്ര നിങ്ങൾ ഈ വണ്ടി ഇവിടെ പാർക്ക് ഇത് റോങ് സൈഡ് അല്ലേ പാർക്ക് ചെയ്തേക്കണേ? അങ്ങനെയാണ് നിയമവശം നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഈ വെള്ളവരുടെ അപ്പുറല്ലേ വണ്ടി ഇടണ്ടേ? നിങ്ങൾ ഇവിടെ ഇട്ടേക്കണേ, എവിടെ ഇട്ടേക്കണേ വണ്ടി ഇട്ടേക്കണേ? പോലീസ് വാഹനം നിയമം തെറ്റിച്ച് റോഡിൽ പാർക്ക് ചെയ്ത ശേഷം അതിനുള്ളിലിരുന്ന് മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് വാഹനയാത്രക്കാരുടെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്ന പോലീസുകാരെ യുവാവ് ചോദ്യം ചെയ്തു. ഇത് നിയമപരമായ രീതിയല്ല എന്നും നിങ്ങൾ നിയമം ലംഘിച്ചാണ് ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും യുവാവ് പറഞ്ഞതോടെ പോലീസുകാരിലൊരാൾ മൊബൈൽ ഫോൺ എടുത്ത് യുവാവിനെ ദൃശ്യങ്ങൾ പകർത്തി ഭയപ്പെടുത്താനുള്ള ശ്രമവും നടത്തി. എന്നിട്ടും യുവാവ് പിന്തിരിഞ്ഞില്ല. പറയാനുള്ളത് പറയുകയും ദൃശ്യങ്ങൾ പൂർണ്ണമായും ചിത്രീകരിക്കുകയും ചെയ്ത ശേഷമാണ് സ്ഥലത്തു നിന്ന് മടങ്ങിയത്. അതാ പ്രശ്നം. ഞാനൊരു പൗരനല്ലേ, എനിക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അല്ല, ഇപ്പൊ സാറ് ഈ ഫോൺ വെച്ചിട്ടുണ്ട്, ഇവിടെ പോണ ഹെൽമെറ്റ് ഇല്ലാണ്ട് പോണവരെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് ശരിയാണോന്ന് ചോദിക്കണം. അത് നിങ്ങൾ ഈ റോട്ടില് ഇവിടെ വണ്ടി തടഞ്ഞ് വണ്ടി ചെക്കിങ് നിങ്ങൾ കാണുന്നില്ലോ. ഇപ്പൊ ഇതുപോലെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ എത്ര പോലീസുകാർ ഇതിൽ പോകണ്ടായിരിക്കും? അങ്ങനെയാണെങ്കിൽ മന്ത്രിമാർ സീറ്റ് ബെൽറ്റ്, ഞാൻ ചോദിക്കട്ടെ, ഹെൽമെറ്റ് ഇല്ലാത്ത മാത്രമേ എടുക്കുന്നുള്ളൂ, സീറ്റ് ബെൽറ്റ് ഒന്നും എടുക്കുന്നില്ല? ഇല്ല, സീറ്റ് ബെൽറ്റ് ഇടാണ്ട് ആൾക്കാർ പോണ എടുക്കുന്നില്ല. എങ്ങനെ എടുക്കും? ഈ ക്യാമറ വെച്ച് എടുക്കുമോ? അത് നിങ്ങളുടെ ഒഫീഷ്യൽ ക്യാമറ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങിയെന്ന് പരിശോധിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അല്ല, ഏത് ലോകത്ത് എങ്ങനെ കാണിക്കുന്ന മോശമല്ലേ? ഇത് ഒളിഞ്ഞിരുന്ന ആൾക്കാരെ പിടിക്കുന്ന പരിപാടിയല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇതുപോലെ ക്യാമറകളും കാര്യങ്ങളും വെച്ചേക്കണ എന്തിനാ? എന്റെ പേര് അരുൺ. എന്തോ എന്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. അല്ല, ഒഫൻസ് ചെയ്യുന്ന പോലീസാണോ അവരാണെന്നല്ല, ഇതുവഴി പോകുമ്പോ നിങ്ങൾ ഇങ്ങനെ വണ്ടി, അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ വണ്ടി ഇവിടെ പാർക്ക് ഇത് റോങ് സൈഡ് അല്ലേ പാർക്ക് ചെയ്തേക്കണേ? അങ്ങനെയാണ് നിയമവശം നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഈ വെള്ളവരുടെ അപ്പുറല്ലേ വണ്ടി ഇടണ്ടേ? നിങ്ങൾ ഇവിടെ ഇട്ടേക്കണേ, എവിടെ ഇട്ടേക്കണേ വണ്ടി ഇട്ടേക്കണേ? പിന്നെ ഇത് വണ്ടി നിർത്തിയിട്ടേക്കുമ്പോ പാർക്കിംഗ് നല്ലേ പറയണേ? സാറേ, ഇങ്ങനെ ചെയ്യണ മോശം. ഇതിപ്പോ ഒത്തിരി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ചെയ്യുന്നത്. അതാട്ടോ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ചെയ്യണേ. ഹെൽമറ്റ് വെക്കാത്തവൻ ശരിയാണ്, സമ്മതിച്ചു. അപ്പൊ നിങ്ങൾ ഒളിഞ്ഞിരുന്നാണ് ഫോട്ടോ എടുക്കണേ. അവരെ വണ്ടി തടഞ്ഞു നിർത്തി നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ വേണമെങ്കിൽ, റീച്ചിന് വേണ്ടിയിട്ടല്ല, ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞേ. കാരണം നിങ്ങൾക്ക് കടത്തിറഞ്ഞൊരു കൗൺസിലിംഗ് കൊടുക്കാം. ആ കൗൺസിലിംഗ് കൊടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യണ തെറ്റാണ് എന്ന് പറയാം. ഇപ്പൊ എല്ലാവരും നിങ്ങൾക്കാണ് ശിക്ഷിക്കാൻ പറ്റും. അങ്ങനെയാണ് എന്തോരം ആൾക്കാർ ചെയ്യേണ്ടത്. അപ്പൊ ചോദിക്കട്ടെ, അത് തടഞ്ഞു നിർത്തി നിങ്ങളൊരു ബോധവൽക്കരണം കൊടുക്കുമ്പോഴല്ലേ അത്, അല്ലാണ്ട് ഒളിഞ്ഞിരുന്ന് ചെയ്യുവല്ല ചെയ്യണ്ടേ? അല്ല, അത് കൗൺസിലിംഗിന്റെ കാര്യം. അങ്ങനെയാണ് സാറ് തെറ്റ് ചെയ്യണവരെ എല്ലാം ഇതുപോലെ ഫോട്ടോ എടുത്താൽ പോരെ? സാറ് അത് ഒളിക്യാമറ വെച്ചാൽ പോരെ? അങ്ങനെയാണെങ്കിൽ തെറ്റാ, സാറ് ചെയ്യണ തെറ്റാ. അത് ഞാൻ കാണിച്ചു കൊടുക്കും, അതെന്നാലും ചെയ്യും. നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞു, ഇത്ര പേര് പറയാനുള്ളൂ. ഹൈവേ പോലീസ് കാണിക്കുന്ന പരിപാടിയാണിത്. കൂത്താട്ടുകുളത്ത് റോഡിൽ വെച്ചിട്ട് അവരവരുടെ ഓഫീസിലെ വാഹനത്തിനുള്ളിൽ ഇരുന്നിട്ട് ക്യാമറ, ഫോണിൽ പേഴ്സണൽ ക്യാമറ ഉപയോഗിച്ച് ഇതിലെ പോകുന്ന വാഹനങ്ങൾ നിയമലംഘനം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോട്ടോയും കാര്യങ്ങളും എടുത്ത് ചെല്ലാൻ അയച്ചു കൊടുക്കുക. അപ്പം ആൾക്കാർ പോകുമ്പോൾ ഒരു വണ്ടി അവിടെ കൂടി ഇവർ പറയുന്നത് അവർ ചെയ്യുന്ന തെറ്റാണ്, അങ്ങനെ പോകാൻ മലശ്ശേരി തെറ്റായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവർ കാണിച്ചേക്കുന്നത് ഈ വഴിയിൽ വാഹനം ഒതുക്കി പോലും ഇടാണ്ട് ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ഓഫീസർമാർ പുറത്തു പോലും ഇറങ്ങാണ്ടാണ് ഇരിക്കുന്നത് കാര്യങ്ങൾ. തെറ്റാണോ ശരിയാണോ നിങ്ങൾ പറഞ്ഞു? കൂത്താട്ടുകുളത്താണ് സംഭവം നടന്നത്. അരുൺ സോമൻ എന്ന ചെറുപ്പക്കാരനാണ് ഹൈവേ പോലീസിന്റെ ഈ നിയമലംഘനം സധൈര്യം ചോദ്യം ചെയ്ത് ചിത്രീകരിച്ച് പുറത്തുവിട്ടിരിക്കുന്നത്. മലയാളം ടെലിവിഷൻ, കൊച്ചി. നിങ്ങളുടെ വീടിന് നിങ്ങളുടെ ഡിസൈൻ. G-Land Steel Doors and Windows.